വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ആറളം ഫാമിൽ മൃതദേഹവുമായി നാട്ടുകാർ നടത്തുന്നത്. ആംബുലൻസിൽ നിന്ന് മൃതദേഹം ഇറക്കാൻ അനുമതി നൽകുന്നില്ല. കളക്ടർ നേരിട്ടെത്തി ഇവർക്ക് ചില വാഗ്ദാനങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ മൃതദേഹം പുറത്തിറക്കാനും അത് സംസ്കരിക്കാനും സാധ്യമാകുകയുള്ളൂ എന്നാണ് ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും അടക്കം പറയുന്നത്. ഇതിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പ്രധാനമായും പറയുന്നു. കൃത്യമായി ഈ ഫെൻസിംഗ് സംവിധാനം ഒരുക്കുന്നതിൽ, ആനമതിൽ ഒരുക്കുന്നതിൽ സർക്കാരിനും ബന്ധപ്പെട്ട വകുപ്പ് വനം വകുപ്പിനും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ ജോലി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം. മാത്രമല്ല സമയബന്ധിതമായി ഇതിന്റെ പേപ്പർ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കണം. വെറും വാഗ്ദാനങ്ങളിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം അത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടതാണ്. അതിന്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകാൻ പാടില്ല. കളക്ടർ നേരിട്ടെത്തണമെന്നൊരു ആവശ്യമാണ് ഇവർ ശക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മൃതദേഹം പുറത്തിറക്കാതെ വലിയ രീതിയിൽ സമരവും പ്രതിഷേധവും കടുപ്പിക്കുകയാണ്. ആദിവാസികളുടെ നേതാവായിട്ടുള്ള അവകാശ പ്രവർത്തകയായിട്ടുള്ള CK ജാനു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ പ്രതിഷേധത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ആവശ്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു മരണപ്പെട്ട അനീഷിന്റെ കുടുംബത്തിന് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭദ്രത സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും ജോലി ഉറപ്പാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അത് ജില്ലാ കളക്ടർ നേരിട്ടെത്തി അവർക്ക് രേഖാമൂലം നൽകാതെ ഇത്തരത്തിൽ മൃതദേഹം പുറത്തിറക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇവിടെ പ്രതിഷേധം കനക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഇവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. പോലീസ് ആദ്യഘട്ട ചർച്ചകൾ നടത്തുകയാണ്. പക്ഷേ ഈ ചർച്ചകൾ പോലീസ് നടത്തിയതുകൊണ്ട് കാര്യമില്ല. ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാൽ മാത്രമേ ഈ സമരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ഈ സമരക്കാർ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ രാവിലെ കുടുംബത്തോടൊപ്പം മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഈ ആനയുടെ മുമ്പിൽപ്പെട്ട് അനീഷിന്റെ ജീവൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് ആ വീടിന്റെ തൊട്ട് ഭാഗത്തായി ആറാട്ടി സംഘം ആനയെ വിരട്ടി ഓടിക്കുകയായിരുന്നു. ആ വിരട്ടി ഓടിച്ച ആനയാണ് ഇത്തരത്തിൽ ഈ വീടിന് നേരെ പോകുകയും ഈ കൺമുമ്പിൽപ്പെട്ട അനീഷിനെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വനംവകുപ്പിനാണ്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നടപടി ഉണ്ടാക്കണം. മാത്രമല്ല ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് ഉറപ്പ് നൽകാതെ ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും ഇവരിപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ജില്ലാ കളക്ടർ നേരിട്ടെത്താതെ ഈ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടാതെ ഒരു കാരണവശാലും ഇത്തരത്തിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുകയില്ല എന്നാണ് പറയുന്നത്. ഈ ആദിവാസി ജനവിഭാഗത്തിന് നൽകിയിരിക്കുന്ന ഭൂമിയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതുവരെയും അഡ്രസ് ചെയ്യാൻ ബന്ധപ്പെട്ട വനം വകുപ്പിനോ അതുപോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്കോ സാധിച്ചിട്ടില്ല. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുകയാണ്. CK ജാനു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. CK ജാനു രാവിലെ അമൃത ന്യൂസുമായി പ്രതികരിച്ചിരുന്നു. അതായത് ഇതിന് ഉത്തരവാദിയായിരിക്കണം പറഞ്ഞേട്ടോ. ഇത്രയും ജനങ്ങള് ഈ നമ്മുടെ സഹോദരൻ അനീഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഈ സഹോദരൻ അനീഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഈ കുത്തിരിപ്പ് നടത്തുന്നത്. ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ ഇതിൽ ഇത്രയും ആൾക്കാരില് ആർക്കെങ്കിലും ഈ ഇരിക്കുന്ന കൂട്ടത്തില് ഒരു തലകറക്കോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കുടിവെള്ളം വരില്ലാതെയാണ് നമ്മൾ അനീഷിന് വേണ്ടി നമ്മളിവിടെ കഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ കളക്ടർ ഇതിന് ഉത്തരവാദിയായിരിക്കണം. ആർക്കാണ് ഇതിനകത്ത് ഒരു അസുഖം ഒരു തലകറക്ക ക്ഷീണ വരുന്നത്? കളക്ടർ സമാധാനം പറഞ്ഞോണം. അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. കളക്ടർ എത്താതെ ഞങ്ങൾ ഇവിടെ ഈ ബോഡി എടുപ്പിക്കുകയില്ല പറഞ്ഞേട്ടോ. ഇനി ഇതിന് ഞങ്ങൾക്കൊരു വേറൊരു മറിച്ചൊരു വർത്താനമില്ല. സെറ്റിൽമെന്റ് ചെയർമാനായിട്ടുള്ള കളക്ടർ നേരിട്ടെത്തുകയും പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യാതെ ഈ സമരത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകാനും ജീവിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. ഇത്തരത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായ ഒരു സ്ഥലത്ത് താമസിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വനപാലകർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ അത് കൃത്യമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോഴും സമരം തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്.